നമസ്കാരം, എൻ്റെ പേര് KT വർഗീസ്. കുമ്പുക്കൽ കുരുമുളക് കണ്ടുപിടിച്ചത് അല്ലെ വികസിപ്പിച്ചെടുത്ത് ഞാനാണ്. വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ തോട്ടത്തിൽ എല്ലായിനം കുരുമുളക്, കരിമുണ്ട, പന്നിയൂറ് ഇങ്ങനെയുള്ള പല ഐറ്റം കുരുമുളക് ഉണ്ടായിരുന്നു. ഹൈറേഞ്ചിൽ മൊത്തം ദ്രുതവാട്ടം വന്ന് കുരുമുളക് നശിച്ചപ്പോൾ എൻ്റെ പറമ്പിലുള്ള ഈ 1-2 കൊടികൾ പോകാതെ നിന്നു. അത് കഴിഞ്ഞ് രണ്ടാമത് 94-95 കാലഘട്ടത്തിലും ദ്രുതവാട്ടം വന്നപ്പോൾ ഈ കൊടി മാത്രം പോകാതെ നിന്ന് യാദൃശ്യമായിട്ട് ഈ മനോരമ പേപ്പറിൽ സ്പൈസസ് ബോർഡിൻ്റെ മണ്ണിര കമ്പോസ്റ്റിൻ്റെ ഒരു ക്ലാസ് നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞ് പീരുമേട് സ്പൈസസ് ബോർഡിൻ്റെ ഓഫീസിൽ പോവുകയും അന്ന് എറണാകുളത്ത് നിന്ന് വന്ന ഫിലിപ്പ് സാറാണ് ഈ ക്ലാസ് എടുത്തത്. ആ ക്ലാസ്സിൽ തീരാറായ സമയത്ത് സാറ് പറഞ്ഞു, ഇന്ന് ഞങ്ങൾ കോടിക്കണക്കിന് രൂപയാണ് ഏലം ഗവേഷണത്തിന് വേണ്ടി മുടക്കുന്നത്, എന്നാൽ ഞള്ളാനിയെ വെല്ലാൻ ഇന്നുവരെ ഞങ്ങൾക്കൊരു ഏലം കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല എന്ന്. അതുപോലെ തന്നെ കർഷകൻ്റെ മണ്ണിൽ ഏലവോ കാപ്പിയോ കുരുമുളകോ പല ഐറ്റം കാണും. ഒരു ശാസ്ത്രത്തിനും കണ്ടുപിടിക്കാൻ പറ്റിയാലാത്ത ഉൽപ്പാദനവും പ്രതിരോധ ശക്തി ഉള്ളതുമായ കുരുമുളക് കാണുമെന്ന് പറഞ്ഞു. അന്നേരം ഞാൻ പറഞ്ഞു, സാറേ എനിക്കിങ്ങനെ ഒരു കുരുമുളകുണ്ട്, 2 പ്രാവശ്യം ദ്രുതവാട്ടം വന്നിട്ടും പോയില്ല, പിന്നെ എല്ലാ വർഷവും ഉൽപ്പാദനവും ഉണ്ട്. അത് വറീസേട്ട ഉച്ചയൂണിൻ്റെ സമയമായി, വറീസേട്ട നമുക്ക് എന്നാൽ പോവാം, കാറ് പോകുമെന്ന് ചോദിച്ച് പോകുമെന്ന് പറഞ്ഞ് പറമ്പി വന്ന് സർവ്വ കൊടികളും ഇറങ്ങി നടന്ന് കണ്ടേച്ച് ഒരു കൊടിയെ ഇങ്ങനെ പിടിച്ചിട്ട് പറഞ്ഞു, വറീസേട്ട ഇതൊരു അത്ഭുതമായിരിക്കുന്നല്ലോ എന്നും പറഞ്ഞ് പോയി. പക്ഷേ അത് കഴിഞ്ഞ് പുള്ളിയുടെ അന്ന് ഞങ്ങൾക്ക് അവിടെ ഫോണോ ഇതൊന്നുമില്ല. കുറച്ച് കാലം ഒരു 2-3 മാസം കഴിഞ്ഞപ്പം പുള്ളി സയൻറ്റിസ്റ്റിനെ ആയിട്ട് വന്ന് 91 സ്പൈസ് ഇന്ത്യ വാർത്ത വന്നു. ആ 91 മുതൽ ഗവേഷണം നടത്തിയിട്ടാണ് 2007 എനിക്ക് നാഷണൽ ഇന്നോവേഷൻ്റെ ദേശീയ അംഗീകാരം കിട്ടുന്നത്. അന്ന് മുതൽ 2009 മുതൽ ഞാൻ നഴ്സറി തുടങ്ങി. അന്ന് 10, 1000, 2000 തൈയൊക്കെയാണ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. അത് വിറ്റുപോയി. ഇന്ന് വരെയും കൊണ്ടുപോയവരാരും ഈ കൊടി മോശമാണെന്നോ അല്ലെങ്കിൽ ഇതിന് ഉൽപ്പാദനമില്ലെന്നോ പറഞ്ഞിട്ടില്ല. അതുപോലെ അവിടെ ഞാൻ പെരുവന്താനം പഞ്ചായത്തിൽ ചെറുവിളക്കുളം എന്ന് പറഞ്ഞ സ്ഥലത്ത് എൻ്റെ നഴ്സറി, അവിടെ ഹൈറേഞ്ച് മേഖലയും ഭയങ്കര ചെരുവായിരുന്നുകൊണ്ട് ഇപ്പോൾ കോട്ടയം ജില്ല കാഞ്ഞിരപ്പള്ളിയിൽ കാളകെട്ടിയിലാണ് എൻ്റെ നഴ്സറി. ഇപ്പോൾ 10,000 കണക്കിന് തൈ ഉണ്ടാക്കുന്നുമുണ്ട്. ആ ഉണ്ടാക്കുന്ന തൈ എല്ലാം വിറ്റ് പോകുന്നുമുണ്ട്. എല്ലാ വർഷവും ഉൽപ്പാദനം ഒരേ രീതിയിൽ കൂടി വരുന്നല്ലാതെ കുറഞ്ഞു വരുന്നില്ല. പിന്നെ നല്ല മുളകിന് നല്ല വലുപ്പവും ദൃഢതയുണ്ട്. ഉണക്കുവാശി 10 കിലോ പച്ചമുളകിന് 3,600 മുതൽ 3,700 വരെ തൂക്കമുണ്ട്. ബാക്കി മുളകിനെ എല്ലാം അപേക്ഷിച്ച് നല്ല തൂക്കവാശിയുണ്ട്. ബോൾട്ട് മുളകാണ്. രോഗപ്രതിരോധം എന്ന് പറഞ്ഞാൽ ദ്രുതവാട്ടത്തെ ചെറുക്കാനുള്ള കഴിവിൻ്റെ ആ ഒരൊറ്റ കാരണത്താലാണ് പേറ്റന്റും അതുപോലെ തന്നെ രാഷ്ട്രപതിയുടെ കയ്യിൽ നിന്ന് രാഷ്ട്രപതി അംഗീകാരം കിട്ടാനുള്ള കാരണം. ദ്രുതവാട്ടത്തിനെ അതിജീവിക്കാനുള്ള കഴിവ് കുമ്പുക്കൽ കുരുമുളകിനുണ്ടെന്നുള്ള ഇതുകൊണ്ടാണ് എനിക്ക് അംഗീകാരം കിട്ടുന്നത്. ദേശീയ അംഗീകാരം കിട്ടിയപ്പോഴാണ് സ്പൈസസ് ബോർഡ് എന്ത് പേരിടണമെന്ന് ചോദിച്ചത്. ഞാൻ പറഞ്ഞു, എൻ്റെ കുടുംബ പേര്, എൻ്റെ വീട്ടുപേര് കുമ്പുക്കൽ. അങ്ങനെയാണ് കുമ്പുക്കൽ കുരുമുളക് എന്നുള്ള ഇതിന് ആ നാമം കിട്ടിയത് തന്നെ. അല്ല, ഈ നഴ്സറി ഒറ്റയ്ക്കല്ല. ഈ നഴ്സറി എൻ്റെ മകൻ ലിജോയാണ് ഇതിൻ്റെ ചാർജ് ഇപ്പം മൊത്തം നടത്തുന്നത്. ഈ നഴ്സറി നേരത്തെ ഇടുക്കിയിലെ പെരുവന്താനത്തായിരുന്നു നഴ്സറി. അവിടെ സൗകര്യമില്ല, വണ്ടി വരാനുള്ള സൗകര്യവും ഒക്കെ കുറവായതുകൊണ്ട്, അതുപോലെ തന്നെ തൈക്ക് ആവശ്യക്കാർ കൂടുതൽ വരുന്നതുകൊണ്ട് നല്ല സൗകര്യമായിട്ട് കാളകെട്ടിയിൽ നമുക്ക് സ്ഥലം കിട്ടുകയും അവിടെ ഇപ്പം നഴ്സറി നടത്തുകയും ചെയ്യുന്നു. നല്ല വഴി സൗകര്യവും വലിയ വണ്ടിക്കൊക്കെ വന്ന് തൈ എടുക്കാവുന്ന സൗകര്യമുള്ള സ്ഥലം കിട്ടിയതുകൊണ്ട് അവിടെയാണ് ഇപ്പം നഴ്സറി നടത്തുന്നത്. കൊടുത്തുകൊണ്ടിരിക്കുന്ന നമുക്ക് മണ്ണിൽ വെച്ചാൽ കേടുകൂടാതെ കയറി വരുമെന്നുള്ള ആ ഒരു സൈസ് തൈകളാണ് നമ്മൾ ഇവിടുന്ന് വിതരണം ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്, തന്നാണ്ടിൽ തന്നെ നമുക്ക് ഇതിൽ തിരികളുണ്ടാകും. ഒരു വർഷം സാധാരണഗതിയിൽ കുരുമുളക് വെച്ചാൽ 3-ാം വർഷമാണ് കായ്ച്ചു തുടങ്ങുന്നത്. ഇത് തന്നാണ്ടിൽ തന്നെ കായ്ച്ചു തുടങ്ങും.